നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇന്ത്യക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പല മേഖലകളിലും ഇന്ത്യക്കാർ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ അമേരിക്കയുടെ പുതിയ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മേധാവിയായിട്ട് ഇന്ത്യക്കാരനായിട്ടുള്ള കശിപ് പട്ടേൽ അല്ലെങ്കിൽ കാഷ് പട്ടേൽ ചുമതലയേറ്റിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം നൽകിയിട്ടുള്ള ചില പ്രസ്താവനകളും മുന്നറിയിപ്പുകളുമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിലും വേട്ടയാടപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിന്റെ പ്രതികരണം. FBI-ക്ക് ചരിത്രപരമായ ഒരു പാരമ്പര്യമുണ്ട്. സുതാര്യവും ഉത്തരവാദിത്തമുള്ളതും നീതിയോട് പ്രതിബദ്ധതയുള്ളതുമായ ഒരു FBI അമേരിക്കൻ ജനത അറിയിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ രാഷ്ട്രീയവൽക്കരണം പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കി. പക്ഷേ അത് ഇന്ന് അവസാനിക്കുകയാണ്, കാഷ് പട്ടേൽ എക്സിൽ കുറിച്ചു. പോലീസുകാർ നല്ല ഓഫീസർമാരായിരിക്കട്ടെ എന്നും FBI-യിൽ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലേക്ക് FBI മാറും. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും വേട്ടയാടപ്പെടുമെന്നും ഇതൊരു മുന്നറിയിപ്പാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ട്രംപിന്റെ വിശ്വസ്തരിൽ ഒരാളായാണ് കാഷ് പട്ടേൽ അറിയപ്പെടുന്നത്. ആദ്യ ട്രംപ് സർക്കാരിൽ നാഷണൽ ഇന്റലിജൻസ്, പ്രതിരോധ വകുപ്പ് എന്നിവയുടെ ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം. 1980-ൽ ന്യൂയോർക്കിൽ ജനിച്ച കാഷിന്റെ കുടുംബവേരുകൾ ഗുജറാത്തിലാണ്. റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസ്, റേസ് സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്ന് അന്താരാഷ്ട്ര നിയമനത്തിൽ ബിരുദം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരായ മാതാപിതാക്കൾക്ക് 1980-ൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് കാഷ് പട്ടേൽ ജനിച്ചത്. പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിലായിരുന്നു അക്കാദമിക് പശ്ചാത്തലം. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പട്ടേൽ ഒരു പൊതു പ്രതിരോധകനായിരുന്നു. പിന്നീട് അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഫെഡറൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ചു. 2016-ലെ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടൽ അന്വേഷിച്ച പ്രതിനിധി ഡെവിൻ നൂൻസിന്റെ സഹായിയായി 2017-ൽ അദ്ദേഹം ട്രംപ് ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. 2016-ലെ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെ കുറിച്ചുള്ള FBI-യുടെ അന്വേഷണത്തെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള കുപ്രസിദ്ധമായ നൂൻസ് മെമ്മോ എഴുതിയതിലൂടെ പട്ടേൽ പ്രശസ്തനായി. ട്രംപിന്റെ ഭരണകാലത്ത് പട്ടേൽ പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ്, ദേശീയ സുരക്ഷാ കൌൺസിലിൽ ഭീകരവിരുദ്ധ സേനയുടെ സീനിയർ ഡയറക്ടർ തുടങ്ങി വിവിധ സുപ്രധാന സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായി സേവനമനുഷ്ഠിച്ചു. ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള തന്റെ പ്രഖ്യാപനത്തിൽ പട്ടേലിനെ ബുദ്ധിമാനായ അഭിഭാഷകനെന്നും അമേരിക്കയിൽ ആദ്യ പോരാളി എന്നും ട്രംപ് മുൻപ് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമായിരുന്നു.